അനുഭവസ്മരണകൾ എന്ന നിലയിൽ ഞാൻ ഇതിനു മുമ്പ് പങ്കുവെച്ചത് ഒരു മതവിരുദ്ധ ജീവിതം നയിച്ച വ്യക്തി എന്ന നിലക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ. അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പഴയ സഹപാഠി, അതായത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ മരണപ്പെട്ട വാർത്ത പത്രത്തിൽ കണ്ടു. ആ കൂട്ടുകാരനുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലൂടെ എൻ്റെ മനസ്സ് അങ്ങനെ അറിയാതെ സഞ്ചരിച്ചു പോയപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അന്നത്തെ ദാരിദ്ര്യവും അന്നത്തെ സ്കൂളിലെ അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ വല്ലാതെ അയവിറക്കിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം പറയുന്നത്. ഈ മരണപ്പെട്ട സുഹൃത്ത് ചൂലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കൂ, എൻ്റെ അതേ പ്രായമാണ്, 67 വയസ്സ്. അപ്പോൾ ഞങ്ങൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ഒരു കാലത്ത്, ഏത് ക്ലാസ്സിലാണെന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഒരു ദിവസം ഈ ചൂലൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു പച്ച പുളിങ്ങ കൊണ്ടുവന്നു. അച്ചിപ്പുളിങ്ങ എന്നാണ് ഞങ്ങൾ പറയാൻ, ഈ മൂപ്പ് കുറഞ്ഞ പുളിങ്ങയ്ക്ക്. അപ്പോൾ പുളിമരമൊക്കെ പൂത്ത് കായ്ച്ചു കഴിഞ്ഞാൽ ഈ കായ മൂത്ത് തുടങ്ങുമ്പോൾ കുട്ടികളത് എറിഞ്ഞ് വീഴ്ത്തുക അല്ലെങ്കിൽ കയറി പറിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ട് തിന്നും. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഈ പുളിങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതി കഷ്ണം എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് തിന്നു. അവൻ അങ്ങനെ ഒരു പുളിങ്ങയുടെ പകുതി പൊട്ടിച്ച് എനിക്ക് തരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അവനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അവൻ അന്ന് എഴുതാൻ പെൻസിലില്ല, സ്ലേറ്റിൽ എഴുതുന്ന പെൻസിൽ ഇല്ല. അപ്പോൾ എൻ്റെ പെൻസിൽ പൊട്ടിച്ച് ഒരു കഷ്ണം അവന് കൊടുക്കണം, അതായിരുന്നു അവൻ്റെ ഡിമാൻഡ്. അതിനാണ് ഈ പുളിങ്ങ പൊട്ടിച്ച് എനിക്ക് തന്നത്. അപ്പോൾ ഞാനും എൻ്റെ പെൻസിൽ പകുതി പൊട്ടിച്ച് അവന് കൊടുത്തു. അവന് സ്ലേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു പൊട്ടിയ സ്ലേറ്റിൻ്റെ ഒരു വലിയ കഷ്ണം മാത്രമാണ്, ഫ്രെയിമൊക്കെ പോയ ഒരു പൊട്ടിയ കഷ്ണം മാത്രമാണ് അവന് സ്ലേറ്റായിട്ടുണ്ടായിരുന്നത്. അന്ന് മിക്കവാറും കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. പൊട്ടാത്ത സ്ലേറ്റൊക്കെ വാങ്ങി തന്നാൽ തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുക്കിയിട്ടിട്ട് പരമാവധി ഉപയോഗിക്കും. ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കാത്ത വിധത്തിൽ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും വലിയ കഷ്ണം എടുത്തിട്ട് സ്ലേറ്റായിട്ട് ഉപയോഗിക്കും. ചെറിയ കഷ്ണങ്ങൾ പെൻസിലായിട്ട് എഴുതും. അപ്പോൾ ഒരാളുടെ സ്ലേറ്റ് താഴെ വീണ് പൊട്ടി കുറേ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഓടി വരും ഈ ചെറിയ കഷ്ണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ചെറിയ കഷ്ണങ്ങളൊക്കെ പെൻസിലായിട്ട് ഉപയോഗിക്കും. കാരണം ഒരു പെൻസിൽ പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അന്ന് ക്ലാസ്സിലൊന്നുള്ള മിക്ക കുട്ടികൾക്കും ഒരു പെൻസിൽ പൈസ കൊടുത്ത് വാങ്ങാനൊന്നും കഴിയില്ല. എനിക്ക് പോലും അന്ന് പുതിയ ഒരു പെൻസിൽ പൈസ കൊടുത്ത് വാങ്ങി തരുമായിരുന്നില്ല. വല്ലപ്പോഴും വാപ്പ ഒരു പെൻസിൽ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആ പെൻസിൽ മുഴുവനായിട്ട് തരില്ല. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് പെൻസിൽ തന്നു കഴിഞ്ഞാൽ അത് താഴെ വീണ് പൊട്ടി കുറേ കഷ്ണങ്ങളായി പോകും. അപ്പോൾ എന്താ ചെയ്യുക, അത് ഒരു ഫുൾ ലെങ്ത്ത് പെൻസിൽ വാങ്ങിയിട്ട് അതിൻ്റെ നടു മുറിച്ചിട്ട് 2 കഷ്ണമാക്കിയിട്ട് തരും. അതിന് ഒരു കഷ്ണം എഴുതി തീർന്നാലാണ് അടുത്ത കഷ്ണം തരിക. അതുവരെ ആ കഷ്ണം വീട്ടിലെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. അങ്ങനെയാണ് വാപ്പ ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ കുട്ടികളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ പെൻസിൽ താഴെ വീണ് പൊട്ടുമ്പോൾ ഒരു കഷ്ണം പെൻസിൽ ഇല്ലാത്ത ആൾക്ക് കൊടുക്കും. അതല്ലെങ്കിൽ ഇതേപോലെ ഈ ബാർട്ടർ സിസ്റ്റം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, പുളിങ്ങയോ അല്ലെങ്കിൽ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് പെൻസിൽ പൊട്ടിച്ച് കൊടുക്കും. അങ്ങനെ കൈമാറിയിട്ടാണ് കുട്ടികളെല്ലാവരും പെൻസിൽ ഉപയോഗിച്ചിരുന്നത്. പുതിയ സ്ലേറ്റൊന്നും ആർക്കും ഉണ്ടാവില്ല. ഒരു പുതിയ സ്ലേറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പഴയ സ്ലേറ്റിൻ്റെ പൊട്ടുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കും വാപ്പ ഒരു സ്ലേറ്റൊക്കെ ഒരു കൊല്ലം മേടിച്ച് തന്നാൽ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലം സ്ലേറ്റ് ഇല്ല. ആ കൊല്ലം പൊട്ടിയ സ്ലേറ്റ് തന്നെ ഉപയോഗിച്ചോളണമെന്നാണ് വീട്ടിൽ നിന്നുള്ള ഓർഡർ. അങ്ങനെ പൊട്ടി ഒന്നിനും പറ്റാതാകുമ്പോൾ ഒരു കഷ്ണം പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ പുതിയ സ്ലേറ്റ് മേടിച്ച് തരുള്ളൂ. ചൂലന് പെൻസിലിൻ്റെ പകുതി മുറിച്ച് കൊടുത്ത് അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ നടത്തിയ ഈ ബിസിനസ്സിൻ്റെ അനന്തരഫലം വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. ഓരോ ദിവസവും നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ പെൻസിൽ എത്ര നീളം കുറഞ്ഞിട്ടുണ്ട്, സ്ലേറ്റ് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ വാപ്പ പരിശോധിച്ചിട്ട് അതിനുള്ള ശിക്ഷ കിട്ടും. അപ്പോൾ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹാഫ് പെൻസിൽ
കാൽഭാഗമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത് വാപ്പ കണ്ടു. ബാക്കി പെൻസിൽ എവിടെ പോയി എന്ന് ചോദിച്ചു. കുറേ ചീത്ത പറഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഇങ്ങനെ ചൂലന് കൊടുത്തതാണെന്ന് പറഞ്ഞു. എന്തിനാണ് കൊടുത്തത് എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ ഞാൻ പുളിങ്ങ കിട്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളോ അങ്ങനെ സത്യമൊക്കെ പറഞ്ഞു. അങ്ങനെ നുണയൊന്നും പറയാൻ അന്ന് അറിയില്ല. നുണ പറഞ്ഞാൽ ഒക്കെ ബുദ്ധിമുട്ടാണ്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിയും. അത് കാരണം സത്യം പറഞ്ഞപ്പോൾ അതിനുള്ള അടിയും കൂടെ കിട്ടി. അങ്ങനെ ഒരനുഭവം, ഞാൻ ഈ ചൂലൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ഓർത്തുപോയത്. ആ ഒരു കാലഘട്ടത്തിൽ ഓർമ്മ എന്ന നിലക്ക്. പിന്നെ എങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് ആ കാലത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്തുപോയത്. സ്ലേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ലേറ്റ് പൊട്ടിയാൽ സ്ലേറ്റിൻ്റെ പൊട്ട്, ചെറിയ പൊട്ട് പെൻസിലായിട്ട്, വലിയ പൊട്ട് സ്ലേറ്റായിട്ട് ഉപയോഗിക്കുക. ആ ചെറിയ പൊട്ടുകൾ മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുക. ഇതുപോലെയുള്ള ബാർട്ടർ സിസ്റ്റം അനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മാങ്ങ ചക്ക അവർക്ക് വഴിയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് കൊണ്ടുവരിക. പുളിങ്ങാക്കുരു അതുപോലുള്ള പല തിന്നാൻ പറ്റുന്ന പല സാധനങ്ങളും എവിടുന്നെങ്കിലൊക്കെ കാട്ടുന്ന വഴിയിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടുവരും. അതാണ് ഈ കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഉള്ള കുട്ടികൾ, പെൻസിലും സ്ലേറ്റൊക്കെ ഉള്ള കുട്ടികൾ അതിൻ്റെ കഷ്ണങ്ങൾ ഇതിന് പകരം കൊടുക്കും. പുതിയ സ്ലേറ്റ് ഇതിനു വേണ്ടി പൊട്ടിച്ച വിദ്വാന്മാർ വരെ ഉണ്ട് അന്ന്. ഇങ്ങനെ മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ടും പുളിങ്ങ വാങ്ങാൻ വേണ്ടിയിട്ടുമൊക്കെ പുതിയ സ്ലേറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ കഷ്ണം വിറ്റ ടീമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അങ്ങനെയുള്ള വികൃതി ഒന്നും ചെയ്തിട്ടില്ല. പൊട്ടിയ കഷ്ണങ്ങൾ കൊടുക്കും. പിന്നെ പെൻസിലൊക്കെ പൊട്ടിച്ച് കൊടുക്കും. സ്ലേറ്റൊന്നും പൊട്ടിച്ച് വിതരണം ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് നല്ല പൂസ് കിട്ടും. അന്ന് പാഠപുസ്തകവും സ്ലേറ്റും ഒക്കെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുക. ഇന്നത്തെ കുട്ടികൾ പോകുന്ന മാതിരി ബാഗും സഞ്ചിയൊന്നും ഉണ്ടാവില്ല. ആ പുസ്തകങ്ങളും സ്ലേറ്റും എല്ലാം കൂടെ അങ്ങനെ ചേർത്ത് വെച്ച് പോകുമ്പോൾ അത് കയ്യിൽ നിന്ന് ഉതിർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചില കുട്ടികൾക്ക് ഈ റബ്ബർ ബാൻഡ് ഉണ്ടാവും. റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കളർഫുള്ളായിട്ടുള്ള ഷേപ്പുള്ള റബ്ബർ ബാൻഡല്ല. അന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു റബ്ബറുണ്ട്. കാറിൻ്റെയൊക്കെ ട്യൂബ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ ക്രോസിൽ കട്ട് ചെയ്ത് വീതി കുറഞ്ഞ റബ്ബർ ബാൻഡുകളാക്കി മാറ്റും. എന്നിട്ട് അത് കടയിൽ വിൽക്കും. അതിൽ വീതി കുറഞ്ഞ റബ്ബറിന് 1 പൈസയായിരുന്നു വില. 2 പൈസയുടെ കുറച്ചുകൂടെ വീതി കൂടിയ റബ്ബറും ഉണ്ടാവും. അപ്പോൾ ഈ 1 പൈസ കൊടുത്തിട്ട് ഒരു റബ്ബർ വാങ്ങാൻ കഴിയുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ മുതലാളിമാരാണ്. വലിയ കേമന്മാർക്ക് മാത്രമേ അതിനൊക്കെയുള്ള കഴിവുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊന്നും അങ്ങനെ റബ്ബർ ഇട്ടിട്ട് പുസ്തകം കെട്ടാൻ കഴിയുന്ന കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട് ഒരു വയലിൻ്റെ വക്കിലാണ്. ഈ വയൽ ക്രോസ് ചെയ്തിട്ട് വേണം റോട്ടിൽ കയറിയിട്ട് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ഈ വയലിൽ മഴക്കാലത്ത് വയലിൽ കൂടെ നടക്കാനുള്ള വരമ്പൊക്കെ എപ്പോഴും ചെളിയായിരിക്കും. അതിൽ തെന്നി വീഴുക എന്നുള്ളത് സ്ഥിരം പതിവാണ്. അങ്ങനെ തെന്നി വീണ് കഴിഞ്ഞാൽ പുസ്തകം എല്ലാം ചേറിൽ വീണ് നാശമാകും, നനഞ്ഞ് കേടുവരും. അങ്ങനെ എത്രയോ പ്രാവശ്യം പുസ്തകവും സ്ലേറ്റും ഒക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ തെറിച്ച് വീഴാതിരിക്കാൻ ഒരു റബ്ബർ ഇട്ട് കെട്ടിയാൽ നല്ലതാണ് എന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് എനിക്ക് ആരോ വിരുന്ന് വന്നപ്പോൾ ഒരു റബ്ബർ മേടിച്ച് തന്ന ഓർമ്മയുണ്ട്. അങ്ങനെ റബ്ബർ മേടിച്ച് തന്ന് ഞാൻ ആ റബ്ബർ കൊണ്ട് പുസ്തകവും സ്ലേറ്റും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒരു ദിവസം അങ്ങനെ സ്കൂളിലേക്ക് പോകും. അപ്പോൾ കുട്ടികളെല്ലാവരും അതിങ്ങനെ നോക്കും. അപ്പോൾ ഒരു റബ്ബർ കൊണ്ട് പുസ്തകവും സ്ലേറ്റൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു വലിയ സമ്പന്നനായ ഒരാളാണ്. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ അസൂയയോടുകൂടിയാണ് നമ്മളെ നോക്കുക. റബ്ബർ ഇട്ട് കെട്ടിയിട്ടൊക്കെ വരുന്ന ആളെന്ന് പറയുമ്പോൾ അത് വലിയ അസൂയ തോന്നിക്കുന്ന കാര്യമാണ്. നമുക്കാണെങ്കിലോ നമ്മുടെ തല ലേശം പൊക്കം കൂടും ചെയ്യും. കാരണം റബ്ബറൊക്കെ ഇട്ട് കെട്ടിയിട്ടാണല്ലോ ഞാൻ വരുന്നത്, ഞാൻ ഒരു സമ്പന്നനാണ് എന്ന ഒരു അഹങ്കാരം നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് പുസ്തകങ്ങൾ നനയാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ അല്ലെങ്കിൽ ഒരു കടലാസോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പൊതിഞ്ഞ് അതിൻ്റെ മേലെ റബ്ബറൊക്കെ ഇട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു അന്നത്തെ രീതി. പക്ഷേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ആർക്കും കിട്ടില്ല. അതൊക്കെ വളരെ അപൂർവമായിട്ട് ആർക്കെങ്കിലും കിട്ടും. അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ട് വരുന്ന ആളെന്ന് പറഞ്ഞാൽ അത് ഈ റബ്ബർ ഇട്ട് വരുന്നതിനേക്കാളും കുറച്ചും കൂടെ കേമനായി പോകും. ഞാനൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ അന്നതൊന്നും കിട്ടാനില്ല. പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കാര്യവും പൈസ കൊടുത്ത് വാങ്ങുന്ന ഏർപ്പാടില്ല. കാരണം പൈസ ഇല്ല. പൈസ കൊടുത്ത് എന്തെങ്കിലും വാങ്ങുക എന്നുള്ളൊരു ശീലവുമില്ല. അതൊന്ന് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനോ കിട്ടാനോ യാതൊരു വഴിയില്ലാത്ത അവശ്യ വസ്തുക്കൾ മാത്രമേ അന്ന് പൈസ കൊടുത്ത് വാങ്ങാറുള്ളൂ. അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ തട്ടി ഒപ്പിച്ച് ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അന്നിപ്പോൾ ഒരു തുണിക്കടയിൽ പോയി ഒരു ഡ്രസ്സ് മേടിച്ചാൽ പോലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊന്നും ഇട്ടിട്ടാരും തരുമായിരുന്നില്ല അന്നത്തെ രീതി അനുസരിച്ച്.
ഇത് പറയുമ്പോൾ ഞാൻ പിന്നീടുണ്ടായ ഒരു അനുഭവം കൂടെ പറയാം. അങ്ങനെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ് ഞാൻ 1982 ട്രെയിനിങ്ങിന് പഠിക്കുന്ന സമയത്ത്, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിക്കുന്ന സമയത്താണ്. അന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ പോയിട്ട് ദുബായിൽ പോയി ജോലിയൊക്കെ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നാട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അന്നൊക്കെ ദുബായിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ കയ്യിലുള്ള ഏറ്റവും വിശിഷ്ട വസ്തു എന്ന് പറയുന്നത് ഈ റേഡിയോ കം ടേപ്പ് റെക്കോർഡറാണ്. അങ്ങനത്തെ ഒരു 2-in-1 543 എന്ന് പറയുന്ന ഒരു റേഡിയോയും ടേപ്പ് റെക്കോർഡറും കൂടെ അവൻ കൊണ്ടുവന്നു. അപ്പോൾ അത് അന്ന് വീട്ടിൽ കറണ്ടൊന്നുമില്ല, വീട്ടിലെന്നല്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെ കറണ്ടില്ല. കറണ്ടില്ലാത്ത കാലത്ത് ഈ സാധനം കൊണ്ടുവന്നാൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി ഇടണം. 4 ബാറ്ററി ഒക്കെ ഇട്ടിട്ട് അത് വർക്ക് ചെയ്യിച്ചാൽ 1-2 മണിക്കൂർ കാസറ്റ് പാടുമ്പോഴേക്ക് ബാറ്ററി തീരും. അപ്പോൾ ഒരുവിധം ആളുകൾക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അത്രയും സാമ്പത്തിക ചിലവുള്ളൊരു കാര്യമാണ്. അങ്ങനെ ബാറ്ററി ഇട്ട് പാടിക്കാൻ അവനൊരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അതിന് കൊണ്ടുവരുമ്പോൾ ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലിട്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്തല്ല കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് 10-25 വയസ്സുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഈ സാധനം വാങ്ങുമ്പോൾ കൂടെ വാങ്ങിയതാണോ, പൈസ കൊടുത്ത് വാങ്ങിയതാണോ, അതോ ഇതിൻ്റെ കൂടെ കിട്ടിയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞ് അത് ഈ സാധനം വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്. കടയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള കവറിലാണ് തരിക. ഈ സാധനം മാത്രമല്ല, നമ്മൾ സാധാരണ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഇതെല്ലാം പൊതിഞ്ഞ് തരുന്നത്. നമ്മുടെ നാട്ടിലെ മാതിരി തേക്കിൻ്റെ ഇലയിലും കടലാസിലും ഒന്നുമല്ല, പ്ലാസ്റ്റിക് കീസിലാണ് തരുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ കീസിലൊക്കെ സാധനങ്ങൾ പൊതിഞ്ഞ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം നടന്ന് പിന്നെയും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോൾ അന്നത്തെ ഒരു കാര്യം 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത് ഒന്നൊക്കെ വലിയ സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര സമ്പന്നതയുടെ ഒരു അടയാളമായിട്ടായിരുന്നു അന്ന് നമ്മളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ എവിടുന്നെങ്കിലും അങ്ങനെ ഒരു സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പുസ്തകമൊക്കെ പൊതിഞ്ഞിങ്ങനെ വരിക എന്ന് പറയുമ്പോൾ ആ വരുന്ന ആൾക്കൊരു ഭയങ്കര ഗമയും അത് നോക്കിയിരിക്കുന്ന ബാക്കി കുട്ടികൾക്ക് അവനോട് അസൂയയും ഒക്കെ തോന്നിയിരുന്ന ഒരു കാലം. സ്ലേറ്റിൻ്റെയും പുസ്തകത്തിൻ്റെയും കാര്യം കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും അത് തന്നെയാണ്. വസ്ത്രം നമുക്കൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു പെരുന്നാളിന്, ഒന്നുകിൽ വലിയ പെരുന്നാളിന് അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിന്, ഏതെങ്കിലും ഒരു പെരുന്നാളിന് ഒരു ജോഡി ഡ്രസ്സൊക്കെയാണ് തരിക. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ ഒരു ഉടുക്കാനൊരു തുണിയും പിന്നെ ഒരു ഷർട്ടും, ഇത്രയാണ് അന്ന് ഡ്രസ്സായിട്ടൊക്കെ വാങ്ങുക. പക്ഷേ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക്, പല കുട്ടികൾക്കും ഷർട്ടേ ഉണ്ടായിരുന്നില്ല. അവർ ഒരു തുണി മാത്രം എടുത്തിട്ടാണ് വരിക. ഇപ്പോൾ ചൂലനെ പോലെയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു ട്രൗസർ മാത്രം ഇട്ടിട്ട് വരും. മുസ്ലിം കുട്ടികൾ അങ്ങനെ ട്രൗസർ ഇടില്ല, അവർ തുണി കൊടുത്തിട്ടാണ് വരിക. തുണി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ തോർത്തുമുണ്ട് ഉണ്ടല്ലോ, അതുപോലെയുള്ള കൈത്തറിയുടെ തോർത്തുമുണ്ട് പോലത്തെ ഒരു ചുവന്ന കളറിലുള്ള ഒരു തുണി. ആ ഒരു തുണി അധികം മുട്ടിന് താഴെ അധികം നീളമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ തോർത്തുമുണ്ട് പോലെയുള്ള ഒരു തുണി മാത്രമേ ഉണ്ടാവും. അതിങ്ങനെ അരയിൽ ഉടുത്തിട്ട് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചരടിട്ട് കെട്ടിയിട്ടുണ്ടാവും. ഇത് മാത്രം ഉടുത്തിട്ടാണ് പല കുട്ടികളും ക്ലാസ്സിൽ വന്നിരുന്നത്. കുട്ടികൾക്ക് ഷർട്ടൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഷർട്ടൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കേമന്മാരായിട്ടുള്ള കുട്ടികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പെൺകുട്ടികൾക്ക് പിന്നെ അതുപോലെ ഒരു തുണിയും ഒരു കുപ്പായവും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാവാടയും ഒരു കുപ്പായവും ഉണ്ടാവും. ഇങ്ങനെയായിരുന്നു അന്നത്തെ ഡ്രസ്സിൻ്റെ ഒക്കെ രീതി. അത് ഒരു ജോഡി വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലോ 2 കൊല്ലോ അത് കീറി പോകുന്നത് വരെയും അത് കഴുകി ഉണക്കിയിട്ട് വീണ്ടും ഇടുക എന്നല്ലാതെ മാറ്റി ഉടുക്കാൻ 2 ജോഡിയൊന്നും മിക്ക കുട്ടികൾക്കും ഉണ്ടാവില്ല. എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വാപ്പ ഒരു ശമ്പളം വാങ്ങുന്ന മാഷായിട്ട് പോലും എൻ്റെ വീട്ടിൽ പോലും അങ്ങനെ ഒരു 2 ജോഡി ഡ്രസ്സൊന്നും ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ ഒരു അവസ്ഥ. അതുപോലെ മഴക്കാലത്ത് കുട, ഇന്നിപ്പോൾ കുട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കുടയുണ്ട്. ആ കുടയൊന്നുമല്ല അന്ന് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന കുട എന്ന് പറയുന്നത്. അന്ന് പല കുട്ടികളും ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ചേമ്പിൻ്റെ ഇലയൊക്കെ മുറിച്ചിട്ട് അതുകൊണ്ടിങ്ങനെ തലയിൽ ചൂടിയിട്ടാണ് വരിക, പുസ്തകമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് നനയാതിരിക്കുക. അതല്ലെങ്കിൽ വാഴയിലൊക്കെ വെട്ടിയിട്ട് അതുകൊണ്ട് കുടയാക്കി പിടിച്ചിട്ടാണ് വരിക. അല്ലാതെ കുട്ടികൾക്ക് കുടയൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് കുട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പോലെയുള്ള ശീലക്കുടയല്ല, ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, പനയോല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൊപ്പിക്കുട. ആ തൊപ്പി വെച്ച ഓലക്കുടയാണ് അന്ന് കുടയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുട ഒരു വർഷം മേടിച്ച് തന്നാൽ പിന്നെ 2 കൊല്ലത്തേക്ക് കുട മേടിക്കില്ല.
ഒരു കൊല്ലം പുതിയ കുട, രണ്ടാമത്തെ കൊല്ലം ആ പഴയ കുട കുറച്ച് കേടായിട്ടുണ്ടാവും, അതൊന്ന് റിപ്പയറൊക്കെ ചെയ്തിട്ട് അത് തന്നെ ഉപയോഗിക്കും. 2 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കാണ് ഈ ഓലക്കുട പറ്റേ നശിച്ചു പോവുക. അപ്പോൾ 3-ാമത്തെ കൊല്ലം പിന്നെ പുതിയ കുട വാങ്ങിക്കുകയുള്ളൂ. ഒരു കുടയ്ക്ക് അന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ കുട ഉണ്ടാക്കുന്ന ഒരു ടീമുണ്ട്. അവരെ വീട്ടിൽ ഈ കുട ഉണ്ടാക്കും. കുട ഉണ്ടാക്കി കൊടുക്കുന്നവർ അന്ന് ഒരു കുടയ്ക്ക് 8 അണയാണ് വില വാങ്ങിച്ചിരുന്നത്. ഒരു കുട ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു ദിവസത്തിലേറെ പണിയെടുക്കണം. 2-3 പേര് ഒരു ദിവസത്തിലേറെ പണിയെടുത്താലാണ് ഒരു കുട ഉണ്ടാവുക. അങ്ങനത്തെ ഒരു കുടയ്ക്ക് 8 അണ. 8 അണ എന്ന് പറഞ്ഞാൽ 50 പൈസ. അണ എന്ന് പറയുന്ന നാണയം അന്നില്ലെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന അണ പൈസയായിട്ട് മാറിയപ്പോഴും ആൾക്കാർ ആ പഴയ ശീലം തന്നെ ആണ് തുടർന്നിരുന്നത്. 50 പൈസ എന്ന് പറയുന്നതിന് പകരം 8 അണ എന്നാണ് പറഞ്ഞിരുന്നത്. 25 പൈസയ്ക്ക് 4 അണ. അപ്പോൾ ഈ 8 അണ കൊടുത്തിട്ട് ഒരു കുട വാങ്ങിച്ചാൽ 2 കൊല്ലം ഉപയോഗിക്കണം. അങ്ങനെ ഒരു ദിവസം ഞാൻ മഴയത്ത് വന്നിട്ട് ഈ കുട ജനലിൻ്റെ മുകളിൽ, സ്കൂളിൻ്റെ പുറത്തുള്ള വരാന്തയൊന്നുമില്ല, സ്കൂളിൻ്റെ പുറത്ത് ചുമരിൻ്റെ മുകളിൽ, ജനലിൻ്റെ മുകളിൽ കെട്ടിയിടുക ചെയ്യുക. കുടയൊക്കെ എല്ലാവരുടെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയിടും, കാറ്റ് വന്ന് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ കുട ജനൽമേൽ എവിടെയോ കൊണ്ടുപോയി കെട്ടിയിട്ടു. അത് പുതിയ കുടയായിരുന്നില്ല, 2-ാം വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്പം പഴക്കമുള്ള കുടയായിരുന്നു. ഞങ്ങളൊക്കെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് വലിയ കാറ്റും മഴയും വന്നു. ആ കാറ്റിന് ഈ കുട ഞാൻ കെട്ടിയിട്ട കയറ് പൊട്ടിയിട്ട് ഈ കുട പാറിപ്പോയിട്ട് ദൂരെ റോട്ടിൽ ചെന്ന് വീണ് റോട്ടിലുണ്ടായിരുന്ന ഒരു പശു ആ കുട കടിച്ച് പൊറിച്ച് തിന്നു, കേടുവരുത്തി. അത് തിന്നുകയാണ്, അതിൻ്റെ ഓലയൊക്കെ എടുത്ത് തിന്നുകയാണ്. അങ്ങനെ കുട ഏകദേശം പകുതി കേടായ സമയമായപ്പോഴാണ് കുട്ടികളതാരോ കണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ അവിടുന്ന് ഒച്ചയും ഇട്ടിട്ട് ജബ്ബാറിൻ്റെ കുട അതാ പശു തിന്നണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ വാപ്പ റോട്ടിലേക്ക് ഓടിപ്പോയിട്ട് ആ പശുവിനെ കടിച്ച് ഓടിച്ചിട്ട് കുടയുടെ അവശിഷ്ടങ്ങൾ, കിട്ടിയ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ കേടായിരുന്നു. അന്ന് വീട്ടിൽ നിന്ന് വാപ്പാൻ്റെ വക ഒരുപാട് ചീത്ത കിട്ടി. കാരണം ഞാൻ നന്നായിട്ട് കെട്ടിവെക്കാത്തത് കൊണ്ടാണ് അത് പറന്നു പോയതെന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് ഒരുപാട് ചീത്തയൊക്കെ കിട്ടി. മാത്രമല്ല വലിയൊരു ശിക്ഷ, ഭീകരമായൊരു ശിക്ഷയും അതിനെ തുടർന്ന് അനുഭവിക്കേണ്ടി വന്നു. വാപ്പ പറഞ്ഞ് ഈ വർഷം ഇനി നിനക്ക് കുടയില്ല എന്ന് പറഞ്ഞ് ആ ഒരു വർഷം മുഴുവൻ ഞാൻ കുടയില്ലാതെ മറ്റു പല കുട്ടികളും വരുന്നത് പോലെ തന്നെ ചേമ്പിൻ്റെ ഇലയും വാഴേൻ്റെ ഇലയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്കൂളിൽ പോകേണ്ടി വന്നത്. പിന്നെ അതിൻ്റെ അടുത്ത വർഷമാണ് പുതിയ കുട മേടിച്ചു വന്നത്. ഇന്നത്തെ രീതിയിലുള്ള ശീലക്കുടയൊക്കെ പിന്നെ ഞാൻ കാണുന്നത് തന്നെ പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ കുട ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ അറിയുന്നത്. അതൊക്കെ അന്ന് ആർക്കും ഉണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ശീലക്കുടയൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. ശീലക്കുടയൊക്കെ ചൂടിക്കൊണ്ട് ഒരാൾ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ രാജാവൊക്കെ ആയിരിക്കണം അന്നത്തെ. അത്രയും വലിയ ആളുകൾക്ക്. അത് തന്നെ ഇന്നത്തെ സ്റ്റീലിൻ്റെ ഈ കാലല്ല ഉണ്ടാവുക, അത് മുള കൊണ്ടുള്ളൊരു കാലാണ്. മുള കൊണ്ടുള്ളൊരു കാല് ഈ ശീലക്കുട കുറച്ച് കഴിയുമ്പോൾ ഈ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ കാലും കെട്ട് ചീർത്ത് വണ്ണം വയ്ക്കും. പിന്നെ കുട നിർത്താനും പറ്റില്ല, അടയ്ക്കാനും പറ്റില്ല. പിന്നെ ഈ കാല് കൊണ്ടുപോയിട്ട് ചെത്തി ശരിയാക്കണം. അങ്ങനെ ചെത്തി കാല് ശരിയാക്കുന്ന റിപ്പയർ വർക്കൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ കുട എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ശീലക്കുട, മുളങ്കാലുള്ള ശീലക്കുട പോലും നമ്മളൊക്കെ ഉപയോഗിച്ച കാലം പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. ചെരുപ്പൊന്നും നമ്മൾ ആ കാലത്ത് കണ്ടിട്ട് പോലുമില്ല. വീട്ടിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് മരം കൊണ്ടുണ്ടാക്കിയ ആശാരിമാരുണ്ടാക്കി തരുന്ന ഒരു ചെരുപ്പുണ്ട്, മെതിയടി എന്ന് പറയും. ആ മെതിയടിയാണ് വീട്ടിലൊക്കെ രാത്രിയിൽ കാല് കഴുകിയിട്ട് കിടക്കാൻ പോകുമ്പോൾ മാത്രം ഉപയോഗിച്ചിരുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ നഗ്ന പാതരായിട്ട് തന്നെയാണ് നടത്തവും പരിപാടിയൊക്കെ. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം സ്കൂളിൽ ഉപ്പുമാവും പാലും കിട്ടുമെന്നുള്ളതാണ്. അതില്ലായിരുന്നെങ്കിൽ പല കുട്ടികളും സ്കൂളിൽ വരുമായിരുന്നില്ല, പല രക്ഷിതാക്കളും കുട്ടികളെ സ്കൂളിൽ അയക്കുമായിരുന്നില്ല. കാരണം രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് തന്നെ വീട്ടിൽ നിന്ന് അവർക്കൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ഒരു നേരം ഒരു ചെറിയ ആഹാരമെങ്കിലും സ്കൂളിൽ നിന്നൊന്ന് കിട്ടുമെന്നതുകൊണ്ടാണ് പല രക്ഷിതാക്കളും കുട്ടികളെ സ്കൂളിൽ അയച്ചിരുന്നത്. അന്ന് സ്കൂളിൽ കൊടുത്തിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അത് ഇന്നത്തെ പോലെ ചോറും സാമ്പാറും അങ്ങനെയുള്ള ഉച്ചഭക്ഷണമൊന്നുമല്ല. എപ്പോൾ വൈകുന്നേരം സ്കൂൾ വിടാൻ നേരത്ത് കുറച്ച് ഉപ്പുമാവും പിന്നെ കുറച്ച് പാലും കൊടുക്കും. ഈ പാലെന്ന് പറഞ്ഞാൽ പാൽപ്പൊടി കലക്കിയിട്ട് അതാണ് പാലായിട്ട് കൊടുക്കുക. പാൽപ്പൊടി കലക്കിയതും കുറച്ച് ഉപ്പുമാവും, ചോളപ്പൊടിയുടെ ഉപ്പുമാവും, ഇതാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം.
ഇത് അന്ന് അമേരിക്കൻ റിലീഫ് ഏജൻസി ആയിട്ടുള്ള കെയർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അമേരിക്കൻ റിലീഫ് എവരിവെയർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഈ ദരിദ്ര രാജ്യങ്ങൾക്കൊക്കെ പോഷകാഹാരം വിതരണം ചെയ്യുന്നൊരു വലിയ പ്രോജക്റ്റ് അന്ന് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക അത്തരം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്കും ഒരുപാട് ഈ ഭക്ഷണ സാധനം, ചോളപ്പൊടിയും പാൽപ്പൊടിയും പിന്നെ ഇത് പാകം ചെയ്യാനുള്ള ഒരുതരം ഓയിലും ഇത് കൊടുത്തയക്കുമായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകളിലൂടെ കുട്ടികൾക്ക് വിതരണം ചെയ്തിരുന്നത്. അമേരിക്കയുടെ കെയർ പാൽപ്പൊടിയും കെയർ ചോളപ്പൊടിയുമാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് രുചിയോടെ കഴിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ സാധനം എന്ന് പറയുന്നത്. ആ പാൽപ്പൊടിയുടെയും ആ ഒരു ചോള ഉപ്പുമാവിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ വായിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അത്രയും ടേസ്റ്റുള്ള ഭക്ഷണമൊന്നും പിന്നെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. അമേരിക്കയൊക്കെ നമ്മൾ കാലാകാലം കുറ്റം പറയാറുണ്ടെങ്കിലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കുറച്ചെങ്കിലും പോഷകാഹാരം നമുക്ക് കിട്ടിയത് അമേരിക്കയുടെയൊക്കെ ഈ ഒരു ഔദാര്യം കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ ഞാനൊക്കെ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമല്ലായിരുന്നു അന്ന്. ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ആപേക്ഷികത കൂടി പറയേണ്ടതുണ്ട്. നമ്മളൊക്കെ ആ കാലത്തൊരു ഇടത്തരം കുടുംബമാണ്. ഇടത്തരം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്രരെ സംബന്ധിച്ച് നമ്മളൊക്കെ കുറച്ച് സമ്പന്ന ജീവിതം നയിച്ചവരാണ്. എല്ലാ മാസവും കൃത്യമായൊരു ശമ്പളം കിട്ടുന്ന ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഒരു സമ്പന്ന കുടുംബം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബമായിട്ട് പോലും വയറ് നിറയെ വിശപ്പ് മാറുന്ന അളവിൽ നമുക്കൊന്നും ഭക്ഷണം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്ന അരി അത് ആ കിട്ടുന്ന അളവിൽ വാങ്ങി കൊണ്ടുവന്നിട്ട് ആ റേഷൻ അരി കൊണ്ട് ആണ് നമ്മൾ കുടുംബത്തിലെല്ലാവർക്കും കഞ്ഞി വെച്ച് കൊടുക്കുക. കഞ്ഞിയായിരുന്നു പ്രധാന ഭക്ഷണം. ഉച്ചക്കൊക്കെ വീട്ടിൽ കഞ്ഞിയാണ് ഉണ്ടാവുക, ചോറൊന്നും ഉണ്ടാവില്ല. ചോറ് ചിലപ്പോൾ രാത്രിയൊക്കെ കുറച്ച് ചോറുണ്ടാക്കി തരും. ഈ കഞ്ഞിയായാലും ചോറായാലും അത് നമുക്ക് ആവശ്യമുള്ള അളവിൽ കിട്ടില്ല. മൊത്തം ഉണ്ടാക്കിയത് എല്ലാവർക്കും കൂടെ ഒരു പ്രത്യേക മാനദണ്ഡം വെച്ചിട്ട് ഉമ്മ അങ്ങനെ വിതരണം ചെയ്യും. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഭക്ഷണം. അത് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ വിശപ്പ് മാറി എന്ന് തോന്നില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വയറിനകത്ത് ഒരുപാട് പരാദജീവികൾ ഈ ഭക്ഷണം കാത്ത് കഴിയുന്നുണ്ട്. വലിയ പാമ്പിൻ്റെ വലിപ്പമുള്ള വിരകളൊക്കെ അന്ന് വയറ്റിലുണ്ടാവും. ഈ വിരകൾക്ക് തിന്നാനുള്ള ആഹാരം കൂടെ വേണം നമ്മൾ കഴിക്കാൻ. അതാണ് അന്നത്തെ ഒരു കാലം. അതുകൊണ്ട് എത്ര കഴിച്ചാലും നമുക്ക് ആർത്തി തീരില്ല. പിന്നെയും നമ്മൾ ചോദിക്കും, പക്ഷേ പിന്നെയും തരാനുണ്ടാവില്ല. പിന്നെ വയറ് നിറയ്ക്കാൻ പിന്നെ ചക്ക, അതുപോലെ ചേമ്പ്, ഇങ്ങനെയുള്ള വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ വിളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് വലിയ കൂട്ടാനൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടാണ് വയറിൻ്റെ സ്പേസ് നിറക്കുക. അപ്പോൾ അതിനു വേണ്ടി പോലും നമ്മളൊക്കെ ഇങ്ങനെ പിന്നെയും ഉമ്മാൻ്റെ പിന്നാലെ നടക്കുകയും അവസാനം ഉമ്മാക്ക് മാറ്റി വെച്ച വിഹിതം എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അവസാനം ഉമ്മ പട്ടിണിയാവും മിക്ക ദിവസവും. അങ്ങനെയാണ് വീട്ടിലൊക്കെ ഉള്ള ഒരു ഭക്ഷണ വിതരണത്തിൻ്റെ രീതി. മാത്രമല്ല അവിടെ പലതരത്തിലുള്ള വിവേചനവും ഉമ്മയൊക്കെ കാണിച്ചിരുന്നു. ഉമ്മ എല്ലാവർക്കും ഒരേ അളവിലല്ല ഭക്ഷണം കൊടുത്തിരുന്നു. പെൺകുട്ടികൾക്ക് കുറച്ച്, ആൺകുട്ടികൾക്ക് കുറച്ച് കൂടുതൽ, അതിൽ തന്നെ വാപ്പാക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിവേചനമൊക്കെ ഓരോരുത്തർക്കും ഭക്ഷണം വിളമ്പുമ്പോൾ കാണിച്ചിരുന്നു. ഇന്നത്തെ പോലെ അല്ലെങ്കിൽ പിന്നീട് നമ്മളൊക്കെ ജീവിച്ചതുപോലെ ഉള്ളത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പങ്കിട്ട് കഴിക്കുക എന്നുള്ള രീതിയല്ല. ഉമ്മാൻ്റെ ഒരു വിവേചന അധികാരം ഉപയോഗിച്ചിട്ട് ഉമ്മാൻ്റേതായ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് പങ്കുവെക്കുമ്പോൾ ഇത്തരം വിവേചനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഈ ഭക്ഷണ കാര്യത്തിലെ വിവേചനത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അതിൽ വേറെയും കുറേ കോമഡികളൊക്കെ ഓർക്കുന്നുണ്ട്, പറയാനുണ്ട്. റേഷൻ അരിയായിട്ട് കിട്ടുന്ന അരി കൊണ്ടാണ് പ്രധാന ഭക്ഷണം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചേമ്പ്, ചേന, കിഴങ്ങുകൾ, പച്ചക്കറി, അന്നത്തെ ഈ മത്തൻ, കുമ്പളങ്ങ അങ്ങനെയുള്ള കൃഷി ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ കർമൂസ, ചക്ക, അങ്ങനെയുള്ള മുരിങ്ങ, ഇതെല്ലാം പറമ്പിലുണ്ടാവും. ഇതെല്ലാം എടുത്തിട്ടാണ് കൂട്ടാൻ വെച്ചിട്ടാണ് ഈ കഞ്ഞിയുടെ കൂടെ എല്ലാ ദിവസവും കഴിക്കുക. അതിൽ നിന്നൊക്കെ കിട്ടുന്ന പോഷകാംശങ്ങളാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് ഭക്ഷണ സാധനങ്ങളൊന്നും വാങ്ങി കൊണ്ടുവന്ന് കഴിച്ചിട്ടല്ല, മറിച്ച് ഈ കാട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് കഴിക്കുന്നത് കൊണ്ട് ആണ് നമ്മളൊക്കെ ഒരു ചെറിയ തോതിലെങ്കിലും പോഷകാഹാരമൊക്കെ കിട്ടിയിരുന്നത്. അതുപോലും കിട്ടാത്ത കുട്ടികൾ, ഈ പറമ്പും ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾ, ആ കുട്ടികളൊക്കെ വളർന്നത് അതിനേക്കാളും വളരെ ഭീകരമായിട്ടുള്ള പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്.
പോഷകാഹാരം കിട്ടാതെ എത്രയോ കുട്ടികൾ മരിച്ചു പോയിരുന്നു. പിന്നെ ഞാനീ പറഞ്ഞ വിരകളുടെയൊക്കെ കാരണം, ശല്യം കാരണം എത്ര ആഹാരം കഴിച്ചാലും അതൊന്നും ശരീരത്തിലെത്തില്ല. വലിയൊരു വയറ് മാത്രം ഉണ്ടാവും, ബാക്കിയെല്ലാം വിരകൾ തിന്നു പോകുന്ന ഒരു കാലമായിരുന്നു അതൊക്കെ. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ വീട്ടിലൊക്കെ ഈ റേഷൻ അരിക്ക് പുറമേ കുറച്ച് നെല്ല് സംഭരിക്കും. അതെങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് നെൽകൃഷിയൊന്നുമില്ല, വയലൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ഈ വയലിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരും അവിടെ കൊയ്ത്തിനും മറ്റും പണിക്ക് പോകുന്ന ആൾക്കാരും ഈ ക്ഷാമകാലത്ത്, പട്ടിണി കാലത്ത്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ ഒരു പണിയില്ലാതെ ഒന്നും തിന്നാൻ കിട്ടാതെ പട്ടിണി കിടക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് വാപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ കൈ നീട്ടി കടം ചോദിക്കും. ഒരു 25 പൈസക്കും 50 പൈസക്കും 1 ഉറുപ്പ്യക്കും ഒക്കെ വേണ്ടിയിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ കടം ചോദിക്കും. അപ്പോൾ വാപ്പ അങ്ങനെ ഔദാര്യം കൊണ്ട് കടമൊന്നും കൊടുക്കില്ല, മറിച്ച് കടം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. കൊയ്ത്ത് കാലത്ത് ആ കൊയ്ത നെല്ലിൽ നിന്ന് ഈ പൈസക്ക് ഒരു അളവ് പറയും, ആ അളവിന് ഇടങ്ങഴി അല്ലെങ്കിൽ പറ, ആ അളവിൽ നെല്ല് കൊണ്ടു തരികയാണെങ്കിൽ പൈസ തരാം എന്ന രീതിയിൽ വാപ്പ പൈസ കടം കൊടുക്കും. 1 ഉറുപ്പ്യ, 8 അണ, 2 ഉറുപ്പ്യ, ഇങ്ങനെയൊക്കെയുള്ള തുകകൾ ഈ പണിക്കാർക്കോ അല്ലെങ്കിൽ ഈ കൃഷി ഇറക്കുന്ന, ചെറുകിട കൃഷി ഇറക്കുന്നവർക്കോ കടം കൊടുക്കും. അപ്പോൾ കർക്കിടക മാസത്തിൽ ഇങ്ങനെ കടം കൊടുത്തു കഴിഞ്ഞാൽ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം, കന്നി മാസത്തിൽ കൊയ്ത്തുണ്ടാവും. ഈ കൊയ്ത്തിൻ്റെ സമയത്ത് കൊയ്ത് മെതിച്ച നെല്ല് അവർ ഈ പറഞ്ഞ അളവിൽ, കടം വാങ്ങിയ പൈസക്കുള്ള അളവിൽ അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊലായ്മൽ ചൊരിഞ്ഞു തരും. അത് കുറേ ആൾക്കാർക്ക് അങ്ങനെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നെല്ല് കിട്ടും. ഈ നെല്ലെല്ലാം അവിടുന്ന് കോരി വീട്ടിനകത്തൊരു മരത്തിൻ്റെ പത്തായം ഉണ്ടായിരുന്നു. പത്തായത്തിൻ്റെ മുകളിലാണ് വാപ്പ കിടന്നുറങ്ങുക. ആ പത്തായത്തിൻ്റെ ഉള്ളിൽ ഈ നെല്ല് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കിയിട്ട് ആ അരി കൊണ്ട് കഞ്ഞി വെക്കും. അത് നല്ല തവിടൊക്കെ ഉള്ള ചുവന്ന നിറത്തിലുള്ള നല്ല മട്ട അരിയായിരിക്കും. അതിൻ്റെ കഞ്ഞി നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ്, ചോറൊക്കെ. അങ്ങനെ കുറച്ച് അരി സംഭരിക്കും, നെല്ല് സംഭരിക്കും. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും. ഈ 2 അരികൾ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത്. നമ്മളൊക്കെ ആ കാലത്ത് ഇത്രയും അരിയൊക്കെ വീട്ടിലുണ്ടാവുന്നത് കൊണ്ട് തന്നെ വളരെ സുഭിക്ഷമായി ജീവിക്കുന്ന സമ്പന്നരാണ്. ബാക്കി അരി ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ പറമ്പിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇറച്ചി, മീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ് കിട്ടുക. ഇറച്ചിയൊക്കെ മാസത്തിൽ ഒരിക്കലൊക്കെ ശമ്പളം കിട്ടിയ ആ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ബാപ്പ കുറച്ച് ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ടിരും. അവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അറവുണ്ടാവും നാട്ടിൽ, ഈ പോത്തിനെയൊക്കെ ഇറക്കും. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഇറച്ചി, ഒരു 1/2 കിലോ ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് ഈ ഞങ്ങൾ വീട്ടിലെ 6-7 പേർക്ക് പങ്കുവെച്ചിട്ട് കുറേ കറിയും കുറച്ച് ഇറച്ചി കഷ്ണങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടൊക്കെ കഴിക്കും. അത് മാസത്തിലൊരിക്കലൊക്കെ അത് കിട്ടുള്ളൂ. പിന്നെ മീനൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ വരില്ല. ഈ കടലിൽ നിന്ന് വരുന്ന മീനൊന്നും കിട്ടില്ല. പക്ഷെ ഉണക്കമീൻ വരും. ഉണക്കമീൻ നാട്ടിൽ വരുന്നതല്ല. ഉണക്കമീൻ ചിലപ്പോൾ ചന്തയിലൊക്കെ പോയിട്ട് മേടിച്ചുകൊണ്ടിരും. ആഴ്ചയിലൊരിക്കൽ മഞ്ചേരിയിൽ പോയി ചന്തയിൽ പോയി ഉണക്കമീൻ വാങ്ങിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വാപ്പാൻ്റെ ഒരു ശീലമായിരുന്നു. അങ്ങനെ വാപ്പ സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരം മഞ്ചേരി പോയിട്ട് ഉണക്കമീൻ മേടിച്ചിട്ട് വരും. ഉണക്കമീനൊക്കെ പിന്നെ കഞ്ഞിയുടെ കൂടെ ഉണ്ടാവും. പച്ചമീനൊക്കെ വല്ലപ്പോഴും അപൂർവം ചില ഈ കടലിൽ കണ്ടമാനം ചാകരയൊക്കെ വരുന്ന സമയത്ത്, മത്തിയൊക്കെ കണ്ടമാനം വരുന്ന സമയത്തൊക്കെ, അന്ന് ഈ ഐസ് ഇട്ടിട്ട് മീൻ വരുന്ന സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എത്തുമ്പോഴേക്ക് മീൻ ചീയാറായിട്ടുണ്ടാവും. അങ്ങനെ ചീഞ്ഞ മീൻ കൊണ്ടുവന്നിട്ട് എണ്ണിക്കൊടുക്കും. അങ്ങനെ 100 മത്തിക്ക് 4 അണ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അത് വാങ്ങിയിട്ട് വല്ലപ്പോഴുമൊക്കെ, അത് കൊല്ലത്തിൽ 1-2 തവണയൊക്കെ അങ്ങനത്തെ ഒരു ചാകര ഉണ്ടാവുള്ളൂ. അപ്പോഴൊക്കെയാണ് ഈ മത്തിയൊക്കെ കഴിക്കുന്നത്. അത് തന്നെ ചിലപ്പോൾ ചിലവാവാതെ ഒന്നിച്ച് ചീഞ്ഞിട്ട് തെങ്ങിന് വളമിടുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇറച്ചി മീൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന സാധനമായിരുന്നു. ഉണക്കമീനാണ് പിന്നെ കാര്യമായിട്ട് വീട്ടിൽ ഈ ഭക്ഷണത്തിൻ്റെ കൂടെ പ്രധാനമായിട്ടുണ്ടാവുക. പിന്നെ ഉമ്മാക്ക് കോഴിയെ വളർത്തുന്ന പരിപാടിയുണ്ട്. പക്ഷേ കോഴി വളർത്തി കോഴി മുട്ടയിട്ടാലും ആ മുട്ടയൊന്നും നമുക്ക് തിന്നാൻ കിട്ടില്ല. വല്ലപ്പോഴൊക്കെ മുട്ടയൊക്കെ പുഴുങ്ങിയൊക്കെ തരുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ മുട്ടയെല്ലാം വിൽക്കുക ചെയ്യുക. മുട്ട വിറ്റിട്ട് ഉണക്കമീൻ വാങ്ങും. ഞങ്ങളുടെ നാട്ടിലിങ്ങനെ ഒരു മുട്ട വാങ്ങി ഉണക്കമീൻ കൊടുക്കുന്ന ഒരു കാക്ക ഒരു കൊട്ടയിലിങ്ങനെ ഉണക്കമീനും ചുമന്നുകൊണ്ട് നടക്കും. എന്നിട്ട് അയാൾ മുട്ട അങ്ങോട്ട് വാങ്ങിയിട്ട് മീൻ ഇങ്ങോട്ട് കൊടുക്കും. ബാർട്ടർ സിസ്റ്റം. അങ്ങനെ അയാൾക്ക് കൊടുത്തിട്ട് മുട്ട കൊടുത്തിട്ട് ഉണക്കമീൻ വാങ്ങുകയായിരുന്നു ഉമ്മ ചെയ്തിരുന്നത്. അതുപോലെ നമ്മുടെ പറമ്പിൽ വാഴയൊക്കെ കുലച്ച് കഴിഞ്ഞാൽ, കൊലയൊക്കെ വെട്ടാറായി കഴിഞ്ഞാൽ ഈ വാഴക്കൊല വെട്ടി അത് പഴുപ്പിച്ചിട്ട് നമുക്ക് തിന്നാനൊന്നും തരില്ല.
ആ കൊല മൂത്ത് കഴിഞ്ഞാൽ ഉടനെ കൊല വെട്ടിയിട്ട് അത് വിൽക്കും. അങ്ങനെ വാഴക്കൊല വിറ്റിട്ട് അതിന് ഇതുപോലെ ഉണക്കമീനോ അരിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ റേഷനൊക്കെ വാങ്ങാൻ ആ പൈസ ഉപയോഗിക്കാമെന്നല്ലാതെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടായ വാഴയുടെ കൊല പോലും നമുക്ക് തിന്നാൻ കിട്ടില്ലായിരുന്നു. അങ്ങനെ വിൽക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും വിൽക്കും. വിൽറ്റാൽ ചിലവാകാത്ത കർമൂസ, മുരിങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കും. ഇതായിരുന്നു അന്നത്തെ ഒരു രീതി. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി കഷ്ടിച്ച് രണ്ടറ്റം ഒപ്പിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ഇടത്തരം കുടുംബം. അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ഒരു ദാരിദ്ര്യത്തിൻ്റെ മാനസികമായ വ്യഥകൾ നമ്മൾ അനുഭവിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ സമ്പന്നരാണ് എന്ന ഉത്കർഷബോധവും അഹങ്കാരവുമാണ് നമ്മളെയൊക്കെ ആ കാലത്ത് നയിച്ചിരുന്നത്. ഇത് ദാരിദ്ര്യമാണ് എന്ന് ഇപ്പോൾ നമുക്ക് തോന്നാൻ കാരണം നമ്മൾ ആ ജീവിതത്തെ ഇന്നത്തെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് അന്നത്തെ നമ്മളുടെയൊക്കെ ജീവിതം അന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആ നാട്ടിലുള്ള ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളന്ന് സമ്പന്നരാണ്. കാരണം മറ്റുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ പട്ടിണി കിടക്കുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്നു, നമുക്ക് കിട്ടുന്ന അത്ര പോലും ആഹാരം മറ്റ് സൗകര്യങ്ങളും കിട്ടുന്നില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദാരിദ്ര്യം ഫീൽ ചെയ്തിരുന്നില്ല. ഈ ഫീലിംഗ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദാരിദ്ര്യത്തിൻ്റെ ഒരു ആപേക്ഷികതയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഞാൻ ഇതിലൂടെ പങ്കുവെക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. 3 തരത്തിലാണ് ഞാനിതിനെ കമ്പയർ ചെയ്യുന്നത്. ഒന്ന്, അന്നത്തെ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതവും ആ പരിസരത്ത് ചുറ്റുപാടുണ്ടായിരുന്ന ഞങ്ങളെക്കാൾ ദരിദ്രരായിട്ടുള്ള മറ്റുള്ളവരുടെ ജീവിതവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ആ കമ്പാരിസണിൽ നമ്മൾ വളരെ മേലെയും മറ്റൊരു വളരെ താഴെയുമായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ നമ്മുടെ ജീവിതവും ഇന്നത്തെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ പരമദരിദ്രരായിട്ടുള്ള ആളുകൾ പോലും അന്നത്തെ നമ്മളുടെ സമ്പന്ന ജീവിതത്തേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് ജീവിക്കുന്നത്. ആ കമ്പാരിസൺ വേറൊരു കമ്പാരിസണാണ്. ഇനി അതുപോലെ അതേ കാലഘട്ടത്തിൽ ലോകത്ത് മറ്റു വികസിത രാജ്യങ്ങളിൽ, ഇപ്പോൾ നമുക്ക് പാൽപ്പൊടിയും ചോളപ്പൊടിയും അന്ന് തന്നിരുന്ന അമേരിക്കയിൽ ഞാൻ കുറച്ചു കാലം ജീവിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും അവിടുത്തെ വികസനവും ഒക്കെ നിങ്ങളിന്ന് നോക്കിക്കാണുമ്പോൾ ഞാനൊക്കെ ഈ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചിരുന്ന അരനൂറ്റാണ്ട് മുമ്പ് അവിടെ എന്തായിരുന്നു അവസ്ഥ എന്നതിൻ്റെ കുറേ തെളിവുകൾ എനിക്ക് അവിടെ കാണാൻ പറ്റി. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിശയോക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ജീവിത നിലവാരത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞങ്ങളവിടെ താമസിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ. കാലിഫോർണിയയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു നഗരമാണ്, അല്ലെങ്കിൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും ജീവിത ചെലവുള്ള നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നത്. ഈ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ അവിടെ കുറേ കാലം താമസിച്ചിരുന്നത്. ആ ഏരിയ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഒരു വലിയ ലേക്കാണ് അവിടെ. ആ ലേക്ക് ആർട്ടിഫിഷ്യൽ ലേക്കാണ്, പണ്ട് കാലത്ത് മനുഷ്യരുണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ലേക്ക്. ആ ലേക്കിന് ചുറ്റും മനോഹരമായ പാർക്കും കളിസ്ഥലങ്ങളും ഗാർഡനും അതിന് ചുറ്റും നടക്കാനുള്ള നല്ല ഭംഗിയുള്ള ഫുട്പാത്തും ആ ലേക്കിൻ്റെ കരകളിലെല്ലാം നല്ല മനോഹരമായ വില്ലകളും വീടുകളും തൊട്ടടുത്ത് ആ ലേക്കിന് കുറുകെ ഒരുപാട് പാലങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായൊരു സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു ചെറിയ വില്ലയിൽ താമസിക്കുമ്പോൾ ഞാൻ അവിടെ കണ്ട അവിടുത്തെ ആ നിർമ്മിതികളൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, അവിടെ ആ കൃത്രിമ തടാകം, ആ ഉല്ലാസപ്പൊയ്കയായിട്ട് അവിടെ നിലകൊള്ളുന്ന ആ കൃത്രിമ തടാകവും അതിൻ്റെ മുകളിൽ കൂടെ പണിതിട്ടുള്ള പാലവും അതിന് ചുറ്റും പണിതിട്ടുള്ള പാർക്കുകളും കളിസ്ഥലങ്ങളും ഇതൊക്കെ നിർമ്മിച്ച കാലഘട്ടം അവിടെ ചില ഫലകങ്ങളിലൊക്കെ എഴുതി വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിന് മുമ്പാണ്. അതായത് 60-70 വർഷങ്ങൾക്ക് മുമ്പാണ് അതെല്ലാം അവിടെ പണിതിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കുടിൽ വെച്ച് കെട്ടാൻ പോലും പൈസയില്ലാതെ, ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാതെ നമ്മളൊക്കെ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്ത് അവിടെ മനുഷ്യർ പാർക്കുകളും തടാകങ്ങളും ഇതുപോലെയുള്ള അതിമനോഹരമായിട്ടുള്ള വീടുകളും പാലങ്ങളും ഒക്കെ ഉണ്ടാക്കി വളരെ സമ്പന്നമായ വികസിതമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യത്താണ് ജനിച്ചത് എന്ന്
ഒരു വസ്തുത നമുക്ക് മനസ്സിലാവുന്നത്. ഇത് വേറൊരു കമ്പാരിസനാണ്. അപ്പോൾ 2-3 തരത്തിൽ നമുക്ക് നമ്മളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തെ കമ്പയർ ചെയ്യാൻ പറ്റും. ആ കമ്പാരിസണിൽ മനസ്സിലാവുന്ന വേറൊരു കാര്യം, ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഏത് അവസ്ഥയിൽ ജീവിച്ചാലും നമുക്ക് സൗകര്യങ്ങൾ എത്ര കൂടുതൽ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് അതിൽ വലിയ വേരിയേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പട്ടിണിക്കാലത്ത് ഞാനൊക്കെ ഈ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഞാനൊരു സമ്പന്നനാണ് എന്ന സംതൃപ്തിയാണ് അന്ന് അനുഭവപ്പെട്ടിരുന്നത്. കാരണം എന്നെക്കാൾ മോശമായിട്ടുള്ള ചുറ്റുപാടായിരുന്നു മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നത് എന്ന്. അതേസമയത്ത് ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നത് വളരെ ദരിദ്രമായിട്ടായിരുന്നല്ലോ എന്ന് ഇന്ന് ഓർക്കുമ്പോൾ അന്നത്തേതിനേക്കാളും സന്തോഷം ഇന്നുണ്ട് എന്ന് തോന്നും. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരളവ് ഒരു മീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ സന്തോഷവും ഇന്നത്തെ സന്തോഷവും ഏകദേശം ഒരുപോലെയാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയും നമ്മളെക്കാൾ ദരിദ്രരായിട്ട് ജീവിച്ച അവർക്ക് കിട്ടുന്ന സംതൃപ്തിയും നമ്മളെക്കാൾ സമ്പന്നരായിട്ട് അന്ന് ജീവിച്ചിരുന്നവർക്ക് കിട്ടിയ സന്തോഷവും ഇതെല്ലാം ഏകദേശം ഒരേ അളവിലാണ് ഫീൽ ചെയ്യുക. അപ്പോൾ മനുഷ്യൻ്റെ ഈ ഫീലിങ്സ് എന്ന് പറയുന്നത്, ഇത്തരം ഫീലിങ്സ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അപ്പോൾ ഏതവസ്ഥയിലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. നമ്മൾ ആ അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ ദൈന്യതയെക്കുറിച്ച് ഓർത്ത്, കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല. എത്ര സുഖം അനുഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവരെ നോക്കിയിട്ട് നമ്മളിങ്ങനെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെയൊക്കെ സമൂഹം എന്ന് പറയുന്നത് ഈ ഉച്ചനീചത്വത്തിൻ്റെ സാമൂഹികാവസ്ഥയും അതിൻ്റെ കൾച്ചറും വേറുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ കൾച്ചർ ഏതവസ്ഥയിലും ഈ കൾച്ചർ ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. അന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു പെൻസിലുള്ളവനും പെൻസിലില്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം, പെൻസിലുള്ളവന് അഹങ്കാരവും പെൻസിലില്ലാത്തവന് അസൂയയും അപകർഷതയും ഒക്കെ തോന്നിയിരുന്നു. അതേ അവസ്ഥ പെൻസിൽ വിട്ടിട്ട് കാറിൻ്റെ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലൊക്കെ എത്തുമ്പോൾ ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലരും വീടുണ്ടാക്കാനും കാറ് വാങ്ങാനും ഒക്കെ പോകുമ്പോൾ നമുക്കെന്ത് സൗകര്യങ്ങൾ വേണം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളുടെ ആർഭാടങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ കാണിക്കാം, എന്നിട്ട് നമുക്കെങ്ങനെ നമ്മുടെ സമ്പന്നതയുടെ പൊങ്ങച്ചം കാണിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിൽ അധിക പേരും. അതിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആപേക്ഷികതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ഏതവസ്ഥയിലും നമുക്ക് മാനസികമായി സംതൃപ്തി കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചും അന്നത്തെ ദരിദ്ര ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇനിയും വളരെ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും തുടരാം.